ഭക്ഷണം, ജോലി, വീട് വെക്കാനുള്ള സ്ഥലം, കല്യാണം ഇതൊക്കെ പറയുമ്പോൾ ലൈഫ് സെറ്റിലാക്കാനുള്ള എന്തോ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയെക്കുറിച്ച് വിശദമായി സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വി ആർ ഗോയിങ് ടു അനലൈസ് ഇൻഫോ എഡ്ജ്. ഇൻഫോ എഡ്ജ് എന്ന കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഫോ എഡ്ജ് എന്ന കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ചും ഫിനാൻഷ്യൽസിനെ കുറിച്ചും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചും അവരുടെ സ്ട്രെങ്ത്തുകളെക്കുറിച്ചും എല്ലാം വിശദമായി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. തുടങ്ങുന്നതിന് മുൻപ് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കമ്പനിയുടെ ബേസിക് ആയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എബൌട്ട് ദ കമ്പനി. 1995 സഞ്ജീവ് ബിഖ്ചന്ദാനി ഒരു ഇന്ത്യൻ ഇന്റർനെറ്റ് കമ്പനി ആയിട്ടാണ് ഇൻഫോ എഡ്ജ് തുടങ്ങുന്നത്. കമ്പനിയുടെ പ്രധാന ബിസിനസ്സുകളിൽ ഒന്ന് ഓൺലൈൻ റിക്രൂട്ട്മെന്റ് ബിസിനസ് ആണ്. അതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡാണ് Naukri.com. ഇന്ത്യൻ റിക്രൂട്ട്മെന്റ് മാർക്കറ്റിൻ്റെ 80% ഷെയറും Naukri.com-ൻ്റെതായിട്ടാണുള്ളത്. അതുപോലെ തന്നെ കമ്പനിയുടെ മറ്റു ബിസിനസ്സുകളാണ് ഓൺലൈൻ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ മാട്രിമോണി ഡിവിഷൻസ്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി വഴിയെ പറയും. ഇത് കൂടാതെ തന്നെ കമ്പനിക്ക് മറ്റു പല ഓൺലൈൻ കമ്പനീസിലും വലിയ സ്റ്റേക്കുകൾ സ്വന്തമായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോയിൽ 15.23% സ്റ്റേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് അഗ്രിഗേറ്ററായ പോളിസി ബസാറിൽ 13.3% സ്റ്റേക്കും ഇൻഫോ എഡ്ജിൻ്റെ കയ്യിലാണ്. 2020 കമ്പനി ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് സെറ്റപ്പ് ചെയ്യുകയുണ്ടായി, ഇൻഫോ എഡ്ജ് വെഞ്ചർ ഫണ്ട്. ഓൺലൈൻ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഉപയോഗിക്കുന്നത്. ഇനി കമ്പനിയുടെ ബിസിനസ് മോഡലിലേക്കും മാനേജ്മെന്റിലേക്കും നമുക്ക് വരാം. കമ്പനി 4 ബിസിനസ് സെഗ്മെന്റുകളാണ് പ്രധാനമായും ഓപ്പറേറ്റ് ചെയ്യുന്നത്: റിക്രൂട്ട്മെന്റ്, റിയൽ എസ്റ്റേറ്റ്, മാട്രിമോണിയൽ ആൻഡ് എഡ്യൂക്കേഷൻ. ആദ്യം നമുക്ക് കമ്പനിയുടെ റിക്രൂട്ട്മെന്റ് ബിസിനസ് സെഗ്മെന്റിലേക്ക് വരാം. ഈ ബിസിനസ് സെഗ്മെൻറ്റിന് കീഴിലായി കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന വേരിയസ് ബ്രാൻഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം Naukri.com. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരു ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റ് സ്പേസിൽ ഒരു മാർക്കറ്റ് ലീഡറാണ് നമ്മുടെ Naukri.com. രണ്ടാമതായിട്ടുള്ളത് Naukri.com ആണ്. ഇത് മിഡിൽ ഈസ്റ്റ് അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ജോബ് സൈറ്റാണ്. പിന്നെയുള്ളതൊരു ഓഫ്ലൈൻ എക്സിക്യൂട്ടീവ് സെർച്ച് ആണ്. അതിൻ്റെ പേര് quadranglesearch.com. പിന്നെയുള്ളത് ഫ്രഷേഴ്സിന്, അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത പഠനം കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങിയ ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സൈറ്റാണ് Naukri.com. ഈ 4 ബിസിനസ് വേർട്ടിക്കൽസിന് പുറമെ Naukri ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ ഒരു സർവീസ് കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്കറിയാം, നമ്മളൊരു ജോലിക്ക് പോകുന്നതിന് മുമ്പ്, ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് റെസ്യൂമെ. സോ റെസ്യൂമെ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട സർവീസാണ് Naukri ഫാസ്റ്റ് ഫോർവേഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ GDP ഉയരുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു വിഭാഗം ഈ റിക്രൂട്ട്മെൻറ്റ് ബിസിനസ്സാണ്. രണ്ടാമത്തെ ബിസിനസ് വേർട്ടിക്കൽ മാട്രിമോണി. jeevansathi.com എന്ന പേരിലാണ് മാട്രിമോണി ബിസിനസ് ഇൻഫോ എഡ്ജ് നടത്തുന്നത്. ഇത് ഇന്ത്യയിലെ ടോപ്പ് 3 ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റുകളിൽ ഒന്നാണ്. ഇവർക്ക് ഓഫ്ലൈൻ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർ. ജീവൻ സാഥി മാച്ച് പോയിന്റ്സ് എന്ന പേരിലും അതുപോലെ മറ്റു ഫ്രാഞ്ചൈസികളിലുമായിട്ട്. ഓൺലൈൻ മാട്രിമോണി ഇൻഡസ്ട്രിയിൽ ഇനി പറയാൻ പോകുന്ന ഫീച്ചേഴ്സ് എല്ലാം ആദ്യമായി കൊണ്ടുവന്നത് ജീവൻ സാഥി തന്നെയാണ്. വീഡിയോ പ്രൊഫൈൽസ്, ഓൺലൈൻ ID ബേസ്ഡ് വെരിഫിക്കേഷൻ, ഓൺലൈൻ വീഡിയോ ബേസ്ഡ് മാച്ച് അവർ ഇവൻറ്റ്സ്, ടോപ്പ് റേറ്റഡ് ആപ്പ് എക്സ്പീരിയൻസ്, വീഡിയോ ഓഡിയോ കോളിംഗ്, AI ആൻഡ് ML ബേസ്ഡ് റെക്കമെൻഡേഷൻസ്. അടുത്ത ബിസിനസ് സെഗ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റ് ആണ്. 99acres.com എന്ന സൈറ്റാണ് ഇവിടെ വരുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പ്രോപ്പർട്ടി മാർക്കറ്റ് പ്ലേസ് ആണ്. ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാ മേജർ സിറ്റികളും ലാർജ് നമ്പർ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിനെയും ഡെവലപ്പേഴ്സിനെയും ഒക്കെ കവർ ചെയ്യുന്ന ഒരു സൈറ്റാണ് 99acres.com എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ പരസ്യങ്ങളൊന്നും പ്രിൻ്റ് ആയി വരുന്ന ആഡിലല്ല വരുന്നത്, മറിച്ച് ഡിജിറ്റൽ ആഡുകളായിട്ടാണ്. 99acres.com ഈ ഒരു മേഖലയിൽ അതുകൊണ്ട് തന്നെ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റുകൾ, പലിശ നിരക്കെല്ലാം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഹൈ ഗ്രോത്ത് ട്രജക്ടറിയാണ് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. മാത്രമല്ല, ഇന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് ഓൺലൈൻ ക്ലാസിഫൈഡ് മാർക്കറ്റ് 60 ബില്യൻ്റെ വേർത്ത് വരും 2030 ആകുമ്പോഴേക്കും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് 2018 മുതൽ 2030 വരെയുള്ള കാലഘട്ടം എടുത്താൽ ഏകദേശം 21% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്.
99 ഏക്കേഴ്സിൻ്റെ മേജർ റവന്യൂ മോഡൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ന്യൂ പ്രൊജക്ട്സ്, പ്രൊജക്ട് ഷോക്കേസ്, ഫീച്ചേർഡ് ലിസ്റ്റിംഗ്സ്, ഇമെയിൽ ക്യാമ്പയിൻസ്, ബാനർ ആഡ്സ്, റീടാർഗറ്റഡ് ആഡ്സ്. അടുത്തത് റീസെയിൽ, അതിൽ ലിസ്റ്റിംഗ്സ്, ഫീച്ചേർഡ് ലിസ്റ്റിംഗ്സ്, ടോപ്പ് ഡീലേഴ്സ്, ഓണർ സർവീസസ്. അടുത്തത് റെൻ്റൽ, ഇതിൽ വരുന്നത് ലിസ്റ്റിംഗ്സ്, ഫീച്ചേർഡ് ലിസ്റ്റിംഗ്സ്, ടോപ്പ് ഡീലേഴ്സ്, ഓണർ സർവീസസ് എന്നിവയൊക്കെയാണ്. അടുത്ത ബിസിനസ് സെഗ്മെൻറ്റ് എഡ്യൂക്കേഷൻ ആണ്. shiksha.com എന്ന പേരിലാണ് ഇവരുടെ എഡ്യൂക്കേഷൻ മേജറായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ അവരെ സഹായിക്കുന്ന ഒരു സ്മാർട്ടസ്റ്റ് ഗേറ്റ് വേ ആണ്. ഇനി ഇൻഫോ എഡ്ജ് മറ്റു കമ്പനികളിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറയാം. കമ്പനി എപ്പോഴും ഹെൽത്തിയായ ഫ്രീ ക്യാഷ് ഫ്ലോ ബാലൻസ് കീപ്പ് ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കമ്പനികളെ ഏറ്റെടുക്കുന്നതിനോ അല്ലെങ്കിൽ അവയുമായി മേർജ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് അപ്പോൾ ഫണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് മീഡിയം ടേം അല്ലെങ്കിൽ ലോങ് ടേം, അതായത് മീഡിയം ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സും നടത്താറുണ്ട്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇവർ നടത്താറുണ്ട്. ഇവ കമ്പനിയുടെ ഓവറോൾ വാല്യുവേഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ്. കമ്പനിയുടെ ഒപ്പം മത്സരിക്കുന്നവരിൽ നിന്നും കമ്പനിയെ മാറ്റി നിർത്തുന്ന, കോമ്പീറ്റൻ്റ് ആക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബൂം ചെയ്തു വരുന്ന ഇൻ്റർനെറ്റ് മാർക്കറ്റിൻ്റെ ആ ഗ്രോത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടപ്പുകളിൽ അതുപോലെ തന്നെ കമ്പനികളുടെ ഏർലി സ്റ്റേജുകളിലുമായിട്ടാണ് ഇൻഫോ എഡ്ജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത്. നിലവിൽ ഇൻഫോ എഡ്ജിന് ഇനി പറയുന്ന കമ്പനികളിലെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് സൊമാറ്റോ, മറ്റൊന്ന് ആപ്ലെക്ട് ലേണിംഗ് സിസ്റ്റംസ് ദാറ്റ് ഈസ് മെറിറ്റ് നേഷൻ, മറ്റൊന്ന് ഇ ടെക് ഏസസ് മാർക്കറ്റിംഗ് ആൻഡ് കൺസൾട്ടിംഗ് അതായത് പോളിസി ബസാർ, പിന്നെ ഒന്ന് ക്യാൻവറ, മറ്റൊന്ന് ഹാപ്പിലി അൺമാരീഡ്. ഇങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഇനി കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിസ്റ്റർ സഞ്ജീവ് ബിഖ്ചന്ദാനിയാണ് ഫൗണ്ടറും എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനും. മിസ്റ്റർ ഹിതേഷ് ഒബ്രോയാണ് മാനേജിംഗ് ഡയറക്ടറും സിഇഒയും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റ് എപ്പോഴും സ്ട്രാറ്റജിക് ഗ്രോത്തിൻ്റെ ഡയറക്ഷനിൽ കമ്പനിയെ ലീഡ് ചെയ്യാൻ പ്രാപ്തരാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ക്രിയേഷനിൽ ശ്രദ്ധ കൊടുക്കുന്ന മാനേജ്മെൻറ്റ് കൂടിയാണ് ഇൻഫോ എഡ്ജിൻ്റേത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്ക് വരാം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 19.19% CAGR കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് കമ്പനി കാണിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കമ്പനിയുടെ എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഇംപ്രൂവ് ചെയ്ത് വരികയാണ് എന്ന് തന്നെയാണ്. നമുക്ക് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനാവും. കമ്പനിയുടെ റവന്യൂ 2017 മുതൽ 2021 വരെ എടുക്കുമ്പോൾ ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുക. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് 2020 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2021 റവന്യൂവിൽ ചെറിയൊരു താഴ്ചയുണ്ടായിട്ടുണ്ട്. പക്ഷേ 2017 മുതൽ 2021 വരെ നോക്കുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യുക തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലുണ്ടായ വിലക്കയറ്റം അതുപോലെ തന്നെ ഇവർ ഓഫർ ചെയ്യുന്ന സർവീസുകളുടെ ചെലവ് വർദ്ധിച്ചതും ഒന്നും കാര്യമാക്കാതെ ഗ്രോസ് മാർജിൻ എപ്പോഴും സ്റ്റേബിളാക്കി നിലനിർത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് അഗ്രിഗേഷൻ ബിസിനസ്സിൻ്റെ ഒരു നേച്ചറാണ്. അതായത് ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ തന്നെ സെയിൽസും കൂടി വരുമ്പോൾ അവരുടെ കോസ്റ്റ് അവർക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പുതിയ ഏറ്റെടുക്കലുകൾ ഒന്നും നടത്താതെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഇത് എന്നും നമുക്കിതിൽ നിന്നും മനസ്സിലാവും. മൊത്തത്തിൽ നോക്കുമ്പോൾ കമ്പനി ഒരു സോളിഡ് ക്യാഷ് ഫ്ലോ പൊസിഷൻ കാണിക്കുന്നുണ്ട്. കമ്പനിക്ക് ഒരു ഡെപ്റ്റുമില്ല അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോവും ഫിനാൻഷ്യൽ ലെവറേജും ഒക്കെ ഫ്ലാറ്റാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. 2012 കാലഘട്ടം മുതൽ കമ്പനി വളരെ ഉയർന്ന വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ കാരണം ടെക്നോളജി സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ബുൾ റാലിയാണ്, അതായത് മാർക്കറ്റിൻ്റെ ഉയർച്ചയാണ്. ഡിജിറ്റലൈസേഷനും അതുപോലെ ഇൻ്റർനെറ്റ് ബൂമും ഒക്കെയാണ് ഇതിനുള്ള കാരണം. മാത്രമല്ല കമ്പനിക്ക് അതിൻ്റെ മൾട്ടിപ്പിൾ സസ്റ്റെയിൻ ചെയ്യാൻ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കമ്പനിയുടെ ക്യാഷ് ജനറേഷൻ എബിലിറ്റിയും അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകളിലേക്കുള്ള എക്സ്പാൻഷൻസും ഒക്കെയാണ്. ഈ മൾട്ടിപ്പിൾസ് ഇൻക്രീസ് ചെയ്ത് വരികയും കൂടെയാണ്. അടുത്ത വർഷം ആകുമ്പോഴേക്കും മൾട്ടിപ്പിൾസ് വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത. PE റേഷ്യോ 18.8, PB റേഷ്യോ 3.22, ഡെറ്റ് ടു ഇക്വിറ്റി 0, current ratio 2.6, return on equity 21.8%, operating profit margin 14%, 5-year sales CAGR 12%, 3-year returns CAGR 29%. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഫോ എഡ്ജിൻ്റെ എക്കണോമിക് മോട്ടിനെ കുറിച്ചാണ്. എക്കണോമിക് മോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ് അവരുമായി മത്സരിക്കുന്ന മറ്റു കമ്പനികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്കുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ഇൻഫോ എഡ്ജിൻ്റെ എക്കണോമിക് മോഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെക്നോളജി ലാൻഡ്സ്കേപ്പിൽ ഉണ്ടായി വരുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസും
അതുപോലെ തന്നെ ഇൻഫോ എഡ്ജ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡീല് ചെയ്യുന്ന ബിസിനസ് വേർട്ടിക്കളുടെ ഒരു ഡൈവേഴ്സിറ്റിയും കാരണം ഇൻഫോ എഡ്ജിന് എപ്പോഴും മികച്ച ഒരു എക്കണോമിക് മോട്ട് അതിൻ്റെ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇൻ്റർനെറ്റ് സ്പേസിൽ. കമ്പനി വർക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ആൻഡ് അഗ്രിഗേഷൻ സർവീസ് ഇൻഡസ്ട്രിയിലായതുകൊണ്ട് തന്നെ ഇവിടെ മാർക്കറ്റ് ഡൊമിനൻസ് വരുന്നത് യൂസർ ബേസ്, ഇൻഫ്രാസ്ട്രക്ചർ, ബ്രാൻഡിംഗ്, റീച്ച് എന്നിവ വഴിയാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ. Naukri.comന് ഏകദേശം 50+ മില്യൺ രജിസ്റ്റേർഡ് ജോബ് സീക്കേഴ്സ് ഉണ്ട്. മാത്രമല്ല ആവറേജ് എബൌട്ട് 15,000 റെസ്യൂമേഴ്സ് ആണ് ഓരോ ദിവസവും ഇതിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ഇതെല്ലാം തന്നെ കമ്പനിക്ക് ഒരു മാർക്കറ്റ് ലീഡ് നൽകുകയാണ് ബിസിനസ്സിൽ. മറ്റൊന്ന് 99acres.comൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിലുള്ള പ്രോപ്പർട്ടി ലിസ്റ്റിങ്ങിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 8+ മില്യൺസ് ആയി കഴിഞ്ഞു ഫിനാൻഷ്യൽ ഇയർ 2021 ആയപ്പോഴേക്കും. ഇതിൽ തന്നെ പെയ്ഡ് ലിസ്റ്റിംഗ്സ്, കാശ് കൊടുത്തുകൊണ്ടുള്ള ലിസ്റ്റിംഗ്സ് ഏകദേശം 1.5+ മില്യൺ ആണ്. jeevansathi.comലേക്ക് വരുമ്പോൾ കമ്പനിക്ക് 10+ മില്യൺ പ്രൊഫൈൽസ് ഉണ്ട്. ഇതിൻ്റെ റവന്യൂ മോഡൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആർക്കും ഫ്രീ ആയിട്ട് ലിസ്റ്റ് ചെയ്യാം, സെർച്ച് ചെയ്യാം, ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യാം. പക്ഷേ കോണ്ടാക്ട്സ് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പേ ചെയ്യണം. അവിടെയാണ് കാശ് വരുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഒരു കൺസിഡറബിൾ എക്കണോമിക് മോട്ട് തന്നെ ഇൻഫോ എഡ്ജിന് അതിൻ്റെ ഡൈവേഴ്സ് ലൈൻസിൽ എല്ലാ ബിസിനസ്സിലും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇൻഫോ എഡ്ജിൻ്റെ സ്ട്രെങ്ത്തുകൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കീ ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലാദ്യം പറയേണ്ടത് അടുത്ത കാലത്ത് നടക്കാൻ പോകുന്ന ചില ഇവൻറ്റുകളാണ്. ഇതെല്ലാം തന്നെ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. സൊമാറ്റോവും സ്വിഗ്ഗിയും മേർജ് ചെയ്യാനുള്ള സാധ്യത, സൊമാറ്റോയുടെ പ്രോഫിറ്റബിലിറ്റി ബ്രേക്ക് ഈവൻ, ഇത് രണ്ടുമാണ് ഒന്നാമത്തെ ഇവൻറ്റ്. മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ അതോറിറ്റി നിലവിൽ വന്നതിന് ശേഷമുള്ള 99acres.comൻ്റെ നല്ല പെർഫോമൻസ്. പിന്നെ ഒന്നുള്ളത് പോളിസി ബസാറിൻ്റെ ഗ്രോത്ത്. ഇതെല്ലാം തന്നെ ഇൻഫോ എഡ്ജിൻ്റെ കീ ട്രിഗേഴ്സ് ആണ്, സ്ട്രെങ്ത് ആണ്. ഇൻഫോ എഡ്ജിൻ്റെ റിക്രൂട്ടിംഗ് ബിസിനസ്സിന് സഹായകരമാവുന്ന ചില ഫാക്ടേഴ്സ് പറയാം. ഒന്ന്, നോൺ IT മാർക്കറ്റിൽ വീണ്ടും ഹയറിംഗ് ആക്ടിവിറ്റി ഇൻക്രീസ് ആയി തുടങ്ങി, കൂടി വന്നു തുടങ്ങി, പുതിയ ആളുകളെ എടുക്കാൻ തുടങ്ങി. മറ്റൊന്ന്, അട്രീഷൻ റേറ്റ് കൂടി വരികയാണ് നമ്മുടെ രാജ്യത്ത്. അതായത് ജോലിയിൽ നിന്നും ആളുകൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ എണ്ണം കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കമ്പനിയുടെ റിക്രൂട്ട്മെൻറ്റ് ബിസിനസ്സിന് ഒരു മീഡിയം ടേമിലേക്കുള്ള നല്ല റവന്യൂ ഗ്രോത്ത് ഉണ്ടായി കൊടുക്കാൻ പാകത്തിനുള്ളതാണ്. ഇനി 99acres.comൻ്റെ റവന്യൂ ഗ്രോത്തിന് കാരണമായേക്കാവുന്ന ചില കാര്യങ്ങൾ, ഡ്രൈവിംഗ് ഫോഴ്സസ് പറയാം. ഒന്ന്, മാക്രോ എക്കോണമിക് ഫാക്ടേഴ്സ് അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഹൗസിംഗ് പ്രൈസസ്, വീട് വെക്കാനുള്ള ചെലവ് കുറഞ്ഞു വരുന്നുണ്ട്. മറ്റൊന്ന്, ഓൺലൈൻ ആഡ് റവന്യൂ കൂടി വരികയാണ്. ഓൺലൈനായിട്ടുള്ള പരസ്യങ്ങൾ നൽകുന്നത് കൂടി വരുന്നത് കൊണ്ട് തന്നെ. ഇനി jeevansathi.com ബിസിനസ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് താഴെ പോയത് വീണ്ടും തിരിച്ചു വരാൻ നല്ലൊരു ഗ്രോത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം കസ്റ്റമർ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും കമ്പനി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. ഒപ്പം തന്നെ ഈ പ്ലാറ്റ്ഫോമിലുള്ള യൂസേഴ്സിൻ്റെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയിൽ വളരെ വലിയ ബിഗ് ടെക് ജയൻസ് ഒന്നും ഇല്ല നിലവിൽ, ലൈക്ക് ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ ഓർ ഫേസ്ബുക്ക്. ഇന്ത്യയിലാകെ വളരെ കുറച്ച് ടെക് പ്രൊഡക്ട്സും സർവീസും നൽകുന്ന കമ്പനികളേ ഉള്ളൂ. ആ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇൻഫോ എഡ്ജ് ഒരു നെക്സ്റ്റ് ജെൻ സ്റ്റാർട്ടപ്പ് മൈൻഡ് സെറ്റുള്ള കമ്പനിയാണ് എന്ന നിലയ്ക്ക് ഇതിൽ ഈ മേഖലയിൽ ഒരു ഇന്ത്യ സെൻട്രിക് ടെക് മോണോപോളി ആയി ഭാവിയിൽ മാറാനുള്ള സാധ്യത ഇൻഫോ എഡ്ജിനുണ്ട്. ഇനി ഇൻഫോ എഡ്ജുമായി ബന്ധപ്പെട്ട കീ റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിക്രൂട്ട്മെൻറ്റ് ബിസിനസ്സിലേക്ക് ലാർജ് ഇൻ്റർനെറ്റ് പ്ലെയേഴ്സ് കടന്നു വരുന്നതോടുകൂടി കമ്പനിയുടെ ഗ്രോത്ത് ട്രജക്ടറിയിൽ ബാധിക്കാം, മാർജിൻസിൽ കുറവുണ്ടാക്കാം. മറ്റൊരു റിസ്ക്, റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷൻ കമ്പനിയുടെ നഷ്ടങ്ങൾ കുറച്ച് കൂട്ടാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോംസിൽ ഉണ്ടായി വരുന്ന കോമ്പറ്റീഷനും ക്യാഷ് ബേൺ റേറ്റ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത് ഇൻഫോ എഡ്ജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള കമ്പനികൾക്കുണ്ടായേക്കാവുന്ന നഷ്ടങ്ങൾ ഇൻഫോ എഡ്ജിനെയും ബാധിക്കുമെന്നതാണ്. മറ്റൊരു റിസ്ക് IT, ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ ITES, ഇൻഫർമേഷൻ ടെക്നോളജി ഇനേബിൾഡ് സർവീസസ് ആണ് Naukri.com റവന്യൂവിൻ്റെ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ സെക്ടേഴ്സിലുണ്ടാവുന്ന എല്ലാ നെഗറ്റീവ് ഇമ്പാക്റ്റും കമ്പനിയുടെ റവന്യൂവിനെ ഹേർട്ട് ചെയ്തേക്കാം. ഇനി കമ്പനിയുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ വേ എഹെഡ്,
മൊത്തത്തിൽ നോക്കുമ്പോൾ കമ്പനിക്ക് സോളിഡ് ഫണ്ടമെന്റൽസ് ആണുള്ളത്. അതുപോലെ തന്നെ നല്ല ക്യാഷ് അലോക്കേഷനും ഗുഡ് ഗ്രോത്ത് പ്രോസ്പെക്ട്സുമാണ് ഇനി വരുന്ന ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒപ്പം തന്നെ കമ്പനിയുടെ മാർജിനും എഫിഷ്യൻസിയും എല്ലാം വരുന്ന വർഷങ്ങളിൽ ഇംപ്രൂവ് ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇൻഡീഡ് അതുപോലെ ലിങ്ക്ഡിൻ തുടങ്ങിയ മേജർ കോമ്പറ്റീറ്റേഴ്സ് ഈ രംഗത്ത് ഇൻഫോ എഡ്ജിൻ്റെ അരികിൽ തന്നെയുണ്ട്. ഇതിൽ ലിങ്ക്ഡിന് ബെറ്റർ ടെക്നോളജി ഉണ്ടെങ്കിലും ഇപ്പോഴും നൗക്രിയുടെ മാർക്കറ്റ് ഷെയറിലേക്ക് കടന്നു കയറാൻ ലിങ്ക്ഡിന് അത്രയ്ക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ലിങ്ക്ഡിൻ്റെ സ്ട്രിക്റ്റായ പ്രൈവസി പോളിസിയാണ്. നൗക്രിയുടെ പ്രൈവസി പോളിസി അത്ര സ്ട്രിക്റ്റ് അല്ല. കാരണം ലിങ്ക്ഡിനിലെ കാൻഡിഡേറ്റ്സിൻ്റെ കോൺടാക്റ്റ് ഇൻഫോർമേഷൻ അവരുടെ പ്രയർ പെർമിഷൻ ഇല്ലാതെ അവർ പ്രൊവൈഡ് ചെയ്യില്ല പുറത്തേക്ക്. പക്ഷേ നൗക്രിയിൽ അത് അത്ര സ്ട്രിക്റ്റ് അല്ല. മാത്രമല്ല ബിഗ് ഷിഫ്റ്റ് അതുപോലെ IIM ജോബ്സ് എന്നീ ഇൻറ്റേർണൽ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രീമിയം ഹയറിങ്ങിലേക്ക് കൂടി കടക്കാൻ നോക്കുകയാണ് ഇൻഫോ എഡ്ജിൻ്റെ മാനേജ്മെൻറ്റ്. അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. കാരണം ഹയർ മാർക്കറ്റ് ഷെയർ ഈ സെഗ്മെൻറ്റുകളിൽ കിട്ടണം എന്ന ഒരു ഉദ്ദേശമുള്ളത് കൊണ്ടാണത്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇൻഫോ എഡ്ജ് വരും വർഷങ്ങളിൽ അതിൻ്റെ ബിസിനസ്സിൽ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കാൻ പോകുന്നത്, പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ എന്തായാലും ഈ ഫണ്ടമെന്റൽസ് എല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഇൻഫോ എഡ്ജിനെ കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ടോപ്പിക്കുകളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അവ കൂടി കൺസിഡർ ചെയ്ത് ഞങ്ങൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാനും നല്ലൊരു ഇൻവെസ്റ്ററാക്കി മാറ്റാൻ നിങ്ങളെ സഹായിക്കാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ്സ് നമ്മൾ ഓരോ ആഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡോണ്ട് മിസ് ഇറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.